ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ മുത്തുമണികൾക്ക് എല്ലാവർക്കും കുറച്ച് ഗ്യാപ്പിന് ശേഷമുള്ള നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. എന്തൊക്കെയാണ് മുത്ത വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണോ? അതെ, വേറെ ഒന്നുമില്ല കേട്ടോ. കുറച്ച് ദിവസം വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. കാര്യമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഓൾറൗണ്ട് ഇങ്ങനെ പനിയുടെ ഒരു കളിയായിരുന്നു. അപ്പോൾ അതൊക്കെ പോട്ടെ, ഇന്ന് അടിപൊളി നല്ലൊരു കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് എല്ലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് കപ്പയും ഒരു ചെറിയ ഒരു കപ്പ. അപ്പോൾ അതൊക്കെ മേടിച്ച് നന്നായിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അതിൻ്റെ കയ്പ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഇത് കഴുകി വാരി കുക്കറിലിട്ട് പെട്ടെന്ന് കുക്കറൊക്കെ കഴുകാൻ നോക്കി. മോളാണെങ്കിൽ ഒന്നിനും സമ്മതിക്കൂല കേട്ടോ. അപ്പോൾ ഒരു വൈകിട്ടത്തെ ഒരു ഡിന്നറായിട്ടാണ് കപ്പ ബിരിയാണി റെഡിയാക്കിയത്. അപ്പോൾ മോരുകറി വെച്ചേക്കുന്ന കുക്കറായിരുന്നു. ഞാൻ പെട്ടെന്ന് റഫായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് പെട്ടെന്ന് ഞാൻ അതിൽ കുക്കറിൽ പെട്ടെന്ന് തന്നെ കപ്പയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കപ്പ വേവാൻ വെച്ചു കേട്ടോ. എനിക്ക് ഇതിൻ്റെ ചില കപ്പയ്ക്ക് പെട്ടെന്ന് വേവുണ്ട്, ചിലതിന് വേവ് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഇത് ഒരു 3-4 ബിസിലോളം ഞാൻ കേൾപ്പിച്ചു. ഒരെണ്ണം ഫുൾ തീ കൂട്ടിയിട്ടു, പിന്നെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ബാക്കി ബിസിലും കേൾപ്പിച്ചു കേട്ടോ. അപ്പോൾ വെന്തതിന് ശേഷം പിന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുക ചെയ്തത്. എന്നാലും അത്യാവശ്യം വെന്തു കേട്ടോ. അപ്പോൾ ഈ കുക്കറിലെ മഞ്ഞ കളറൊന്നും കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട കുക്കർ കഴുകാത്തതെന്നൊന്നും, വേറൊന്നുമല്ല കേട്ടോ മുത്തുമണികളെ. മോരുകറി പെട്ടെന്ന് എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഉള്ളു മാത്രമേ റഫായിട്ടൊന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വേറെ എന്തായാലും നമ്മുടെ കപ്പയെ ഒരു 4ാമത്തെ ബിസിലോട് കൂടി മാറ്റി അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് പോകാൻ വേണ്ടി വെച്ചു. ഒരു ബിസിലും കൂടെ കേട്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും അടി പിടിക്കുമായിരുന്നു. ഭാഗ്യം, രക്ഷപ്പെട്ടു. അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷം? പനി വന്നിട്ട് 1.5 പനിയായിരുന്നു കേട്ടോ. എൻ്റെ വോയിസൊക്കെ കണ്ടില്ല, ഇന്നാൾ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വോയിസ് കൊടുത്തിട്ട് ഭയങ്കര ചുമയായിരുന്നില്ലേ. ചുമയൊക്കെ മാറിക്കിട്ടെ കേട്ടോ. മോൾക്ക് വൈറൽ ഫീവറൊക്കെ ആയി, മോന് വയ്യാണ്ടായി, ഞാനും ഒക്കെ 2 റൗണ്ട് പനി കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒന്നുമില്ല. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് യൂസ് ചെയ്യുക, പിന്നെന്താണ് വെളിയിൽ നിന്നുള്ള ഫുഡ് കഴിവതും ഒഴിവാക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയാൽ മതി. പിന്നെ കൊതുകൊന്നും മുട്ടയിട്ട് പെരുകാണ്ടിരിക്കാൻ പരിസരമൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് ആ കുക്കറിനെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് നമ്മുടെ എല്ലൊക്കെ കഴുകി വാരി വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന എല്ലൊക്കെ അതിനകത്ത് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയൊക്കെ ഇട്ട് നമുക്ക് റെഡിയാക്കി വേവിക്കട്ടെ. എല്ലിന് നല്ല വേവ് വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേണമെങ്കിൽ മസാല എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ല് ഇവിടെ ഇരുന്ന് വേണം. പിന്നെ ഞാൻ എപ്പോഴും ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇറച്ചിയുടെ പോർഷനും കൂടെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എനിക്കിന്നിപ്പോൾ ഇവിടെ എല്ല് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ എല്ലാണെങ്കിലും അത് വെറും എല്ലല്ല, അതിൽ നല്ല കഷ്ണം കൂടെ ഉള്ള എല്ലാണ് കേട്ടോ. നമ്മുടെ പെരുന്നാളിന് കിട്ടിയതാണ്. അപ്പോൾ ഇത് കുറേ ആയി എടുത്തിട്ട് കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്ത് സൗണ്ടൊക്കെ കൊടുത്തിടണ്ടേ. അപ്പോൾ അതുകൊണ്ട് പറ്റാഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇത്രയും നീണ്ടുപോയത്. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മഴയൊക്കെ അങ്ങ് തകർത്ത് വാരി പോവാം അല്ലേ. വേറെ എന്തൊക്കെയാണ്? നല്ല വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ എല്ല് നമുക്ക് കുക്കറിൽ റെഡിയായിട്ട് ഒക്കെ വയ്ക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, കുറച്ച് കറിവേപ്പിലയും കൂടെ കേട്ടോ. എല്ലിന് നല്ല വേവ് വേണം കേട്ടോ, മറന്നു പോകണ്ട. അത്യാവശ്യം നന്നായിട്ട് വേവണം. അപ്പോൾ ആ സമയം നമ്മുടെ കപ്പയുടെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വരട്ടെ കേട്ടോ. വേറെ എന്താണ് പറയേണ്ടത്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മുടെ ഇത് ഉണ്ടാക്കിയ ദിവസം വൈകിട്ട് അത്താഴം നമുക്ക് ഇതായിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് നിന്നില്ല. പിന്നെ ഓരോ കട്ടൻ ചായയും കൂടെ ഒക്കെ ഇട്ട് നല്ല അടിപൊളി നല്ല ചൂടൻ എല്ലും കപ്പയും നല്ല കട്ടൻ ചായയും കുടിച്ച അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിവിടെ ഇരുന്ന് എല്ലിരുന്ന് വേവുന്ന ടൈമിൽ നമുക്ക് സവോളയൊക്കെ വാട്ടിയെടുക്കാം. നമുക്ക് കുറച്ചൊരു ഗ്രേവി പോലെ റെഡിയാക്കണ്ടേ. അപ്പം സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള കറിവേപ്പില കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചീനിച്ചട്ടി നന്നായിട്ട് കട്ടിയുള്ള ചീനിച്ചട്ടിയാണേ. നന്നായിട്ട് ചൂടായി വരുമ്പോൾ പാകത്തിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതിൽ വേറെ ഒരുപാട് നമ്മൾ തക്കാളിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടണ്ട. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ആണോ വെക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിവിടെ ഇക്കാടെ ഉമ്മച്ചിയൊക്കെ ഇങ്ങനെ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കണ്ട് പഠിച്ചതാട്ടോ. എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ കണ്ട് പഠിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണോ ഇനി വെക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതേ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറേശ്ശായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല വേവ് എല്ലിന് വേണം, അതനുസരിച്ച്. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 ബിസിലൊക്കെ കേട്ടതിന് ശേഷമാണ് അപ്പോൾ അതൊക്കെ ഒരു 6-7 ബിസിൽ എനിക്ക് ഞാൻ തോന്നുന്നു കേൾപ്പിച്ചു എന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ മോക്ക് കുറച്ച് കപ്പ വെന്തത് ചൂടൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഞാൻ കുറച്ചൊരു പാത്രത്തിലൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ആളത് കഴിച്ചും പിടിച്ചൊക്കെ അങ്ങനെ നിന്നു. ഇടയ്ക്കിടയ്ക്ക് ഉമ്മി എക്കൊക്കെ എന്നൊക്കെ പറയും. ഞാനപ്പോൾ ഓരോ ഐറ്റംസൊക്കെ പറഞ്ഞ് റെഡിയാക്കി ആളിനെ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു.
ഇനി എന്താണ്, നന്നായിട്ട് വഴറ്റി നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ കറിവേപ്പിലയിട്ട് ഒന്നും വാടി ഒന്ന് വരുമ്പോൾ നമ്മുടെ ഈ സവാള അങ്ങ് തട്ടി കൊടുക്കുക കേട്ടോ. സവാള ഇട്ട് വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ ഉപ്പ് വളരെ സൂക്ഷ്മമായി മാത്രമേ ഇടുന്നുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ കപ്പയിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ എല്ല് വേകാനായിട്ട് നമ്മുടെ കുക്കറിൽ വെച്ചപ്പോഴും ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും കുറച്ച് സവാളയ്ക്ക് എന്തായാലും ഇച്ചിരി കൂടെ വേണ്ടി വരും. എന്തായാലും കൂടി നിൽക്കില്ല. അപ്പോൾ നമ്മുടെ ഒരു കണക്കനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പൊക്കെ ഇടേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഏകദേശം നന്നായിട്ട് സവോളയൊക്കെ ഒന്ന് വാടി വരണം. നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുന്ന പോലെ ഇതിൽ എനിക്ക് തോന്നുന്നു ടൊമാറ്റോ ചേർക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏകദേശം അതുപോലെ. പിന്നെ ഒരുപാട് സവാളയും മറ്റൊന്നും ഇടണ്ട. ഞാനിപ്പോൾ ഒരു 1.5 സവാളയൊക്കെ എടുത്തിട്ടുള്ളൂ. ഒരു വലുതും ഒരു ഒരു 1.5 ഏകദേശം അത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് വാടി ഇങ്ങനെ വന്ന സമയത്ത് നമുക്കിതിൻ്റെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാലകളും ഇതിൻ്റെ അളവ് നമുക്ക് ഏകദേശം ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയാമല്ലോ. അപ്പം മഞ്ഞൾപ്പൊടി ഒരു നുള്ളിട്ടുള്ളൂ. കാര്യം വെച്ചാൽ കപ്പയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ എല്ല് കഷ്ണം ഇതിലും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടില്ല എങ്കിലും കുഴപ്പമില്ല. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി പാകത്തിന് മതി, എരിവ് ഒത്തിരി വേണ്ട. കാരണം ചുവന്നൊരു കളറല്ല, എന്നാൽ കൂടിയും ആ ഒരു എഫക്റ്റാണ് വരേണ്ടത്. പിന്നെ പച്ചമുളക് ഒരു 3-4 എണ്ണം ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനതിവിടെ ഇട്ട് കൊടുത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ എൻ്റെ മോൻ എന്നെ കൊല്ലും. അവൻ എരിവ് ഉമ്മി കൂട്ടരുതെന്ന് പറഞ്ഞിട്ടാണ് എല്ലും കപ്പ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ അതേ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി നമുക്കറിയാമല്ലോ, കുറച്ച് കൂടുതൽ ഇടണം. പിന്നെ അതേ നമ്മുടെ സാറാസിൻ്റെയാണ് മീറ്റ് മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നന്നായിട്ട് നമ്മൾ ഈ സവാള വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്നായി വരുന്നുണ്ട്. ഇനി നമ്മുടെ ഈ എല്ല് വെന്ത് വരുമ്പോൾ അതിൽ അത്യാവശ്യം കുറച്ച് ഗ്രേവി പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ അതിവിടെ എല്ലാം ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ സവാളയൊക്കെ വാടി വന്നല്ലോ, അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് കേട്ടോ. പിന്നെ കാര്യം നമുക്കിനി കുക്കർ ചൂട് ആവി പോയി കഴിഞ്ഞാലല്ലേ തുറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് തണുത്തതിന് ശേഷം നമ്മുടെ ആ എല്ലൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് തട്ടി കൊടുത്തു കേട്ടോ. ഇട്ടേച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഗ്രേവിയും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് മതിയോ? അപ്പോൾ അത് ഏകദേശം, പക്ഷേ ഇതിൽ എനിക്കൊരു കുറവ് തോന്നിയത് കുറച്ച് ബീഫ് കഷ്ണം കൂടെ ഉണ്ട്, ബീഫിൻ്റെ കഷ്ണങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. മോന് കഷ്ണം പോലെ ഇങ്ങനെ കിടക്കണത് ഇഷ്ടം. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിലൊരു അതില്ലല്ലോ എന്നുള്ളൊരു ഇത്. അപ്പോൾ അതേ നന്നായിട്ട് വെന്ത കഷ്ണം എപ്പോഴും നമ്മൾ വെന്തോന്ന് നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ 1-2 ബിസിലും കൂടെ കേൾപ്പിക്കണം. എല്ലൊക്കെ നന്നായിട്ട് വെന്താലല്ലേ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഒരുപാട് വെന്ത് പോകാനല്ല, നമുക്കറിയാമല്ലോ ആ ഒരു ലെവലിൽ. കാര്യം കപ്പ എനിക്ക് തോന്നുന്നു ഒരു ബിസിലും കൂടെ കേൾപ്പിച്ചിരുന്നെങ്കിൽ കറക്റ്റ് വേവായിരുന്നു. പക്ഷേ ഒരു ബിസിലും കൂടെ കേൾപ്പിച്ചെങ്കിൽ പകുതി കപ്പ കുക്കറിൽ ഒട്ടിയിരിക്കുമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അടി പിടിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഞാൻ തുറന്നപ്പോൾ തന്നെ കണ്ടത്. അപ്പോൾ അത് ഇവിടെ നന്നായിട്ട് ആ എല്ല് കറി ഗ്രേവിയൊക്കെ നന്നായിട്ട് നെയ്തെളിഞ്ഞ് നല്ല ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പതുക്കെ വേറൊന്നുമില്ല, നമ്മുടെ കപ്പ അതിലോട്ടിട്ട് നന്നായിട്ട് ഉടച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇങ്ങെടുക്കണം കേട്ടോ. നമ്മുടെ ഏകദേശം നമ്മുടെ എല്ലും കപ്പയും ഇത് 2 സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ വേവിച്ചെടുക്കണോ എന്നുള്ളതേ ഉള്ളൂ. കുക്കറിലാകുമ്പം നമുക്ക് പെട്ടെന്ന് കഴിയും. ഏകദേശം 1/4 മണിക്കൂർ മതി. എനിക്കൊന്ന് 1 മണിക്കൂറൊന്നും വേണ്ട, 1/4 മണിക്കൂറിൻ്റെ തന്നെ നമുക്കാവും. ഇനി കപ്പ നമുക്ക് ഇതിലിട്ട് നന്നായിട്ട് ഉടച്ച്, നല്ല കപ്പയാട്ടോ, ഒരു വിസിലും കൂടെ വെന്തെങ്കിൽ ആയെങ്കിൽ നല്ല വേവായിരുന്നു, നല്ല പഞ്ഞി പോലത്തെ കപ്പയാണ്. അപ്പോൾ അത് ഏകദേശം ഇവിടെ നന്നായിട്ട് കപ്പ ഞാൻ തട്ടി നല്ല ഉടച്ച് നന്നായിട്ട് അടി ഇളക്കി നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു തുണി കൊണ്ട് ജസ്റ്റ് ഇരുമ്പിച്ചിട്ട് നല്ല വെയിറ്റുള്ള സാധനമാണ്, അതുകൊണ്ട് മറിഞ്ഞൊന്നും പോലെ. എന്നാലും എൻ്റെ ഒരു മനോധൈര്യത്തിന് വേണ്ടിയിട്ട് ഞാനിത് നന്നായിട്ട് പിടിച്ച് വെച്ചിട്ടാട്ടോ ഇളക്കുക. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എൻ്റെ മോൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, മണമൊക്കെ വരുന്നുണ്ട്, സാധനം തിന്നാൻ വരുമ്പോൾ എങ്ങനെയാണോ ആവുമെന്തോ, ഉമ്മി എരിവ് കൂട്ടല്ലേ കേട്ടോ, ഞാൻ കൊല്ലുമെന്നും പറഞ്ഞ് എന്നെ അവിടെ ഇരുന്ന് വെച്ചെടുക്കുന്നുണ്ട്. പക്ഷെ അടിപൊളിയായിട്ട് നന്നായിട്ട് കപ്പയൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ കുറച്ച് മീറ്റ് മസാലയും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. വേറെ ഒന്നും എക്സ്ട്രാ ചേർത്തില്ല. നന്നായിട്ട് വെന്ത് നല്ല രീതിയിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം. തീരെ ഡ്രൈ ആവരുത്, ഈ ഒരു എഫക്റ്റ് വേണം കേട്ടോ. എന്ന് വെച്ചാൽ അത് കണ്ടില്ലേ, നമുക്ക് അങ്ങനെ ഇരിക്കണം. എന്നാലും കഴിക്കുമ്പോൾ ആ ഒരു കപ്പ ബിരിയാണി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലും കപ്പയും കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് കയറി വരത്തുള്ളൂ. പിന്നെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സവോളയൊക്കെ കട്ട് ചെയ്തിടാം. ഇവിടെ എനിക്ക് വിൽക്കാനും മോനൊക്കെ
ഇഷ്ടമാണ്. ഇങ്ങനെ സവോള നമ്മൾ വാങ്ങാൻ പോകുമ്പോഴും കപ്പ ബിരിയാണി കഴിക്കുമ്പോഴൊക്കെ കണ്ടിട്ടില്ലേ, പച്ചമുളകും സവോള ഇങ്ങനെ മേളിൽ ഇടുന്നത് നല്ല ഇതാണ്. ഇവിടെ പിന്നെ മോനൊക്കെ എരിവ് കുഞ്ഞുങ്ങളുള്ളിടത്ത് പറ്റില്ലല്ലോ. അപ്പോൾ സവോളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ ഇച്ചിരി മൊഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് 2 പച്ചമുളകൊക്കെ വെറുതെ നമ്മളൊരു ചാനലിലൊക്കെ ഇടുന്നില്ലേ, നമ്മുടേതായിട്ടുള്ള ഒരു ചെറിയ ഒരു ഭംഗിയൊക്കെ വരുത്തണ്ടേ. അപ്പോൾ അത് കരുതി 2 പച്ചമുളകൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സുമി മുഫാസിൻ്റെ നല്ല അടിപൊളി കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ച് പൊക്കി പറയണമല്ലോ. അപ്പോൾ അതാണ്, വേറെ വിശേഷങ്ങളൊന്നുമില്ല. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. നല്ല ചൂടൻ കപ്പയും നല്ല കട്ടൻ ചായയൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.